ചെറിയ ചിത്രങ്ങൾ പോലും മികച്ച കളക്ഷൻ നേടുന്ന കാഴ്ചയാണ് 2024 കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ റിലീസായ 3 ചിത്രങ്ങൾ ഓൾറെഡി 50 കോടി ക്ലബിൽ കയറി കഴിഞ്ഞു. ഇവ മൂന്നും വ്യത്യസ്തമായ ജോണറിൽ ആയിരുന്നു ഇറങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിലും വലിയ കളക്ഷനാണ് ഇനി വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഏതെന്ന് നോക്കാം ഇന്നത്തെ റിവേഴ്സ് ക്ലാപ്പിൽ. ടർബോ. ഭ്രമയുഗത്തിൻ്റെ വിജയത്തിന് പിന്നാലെ റിലീസ് ചെയ്യാനിരിക്കുന്ന മമ്മൂക്ക ചിത്രമാണ് ടർബോ. മിഥുൻ മാനുവൽ തോമസിൻ്റെ രചനയിൽ സൂപ്പർ ഹിറ്റ് സംവിധായകൻ വൈശാഖാണ് ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരു കോമഡി ആക്ഷൻ എൻ്റർടൈനർ മൂവിയായാണ് ചിത്രം ഒരുങ്ങുന്നത്. ഹൈ ഒക്ടേൻ ആക്ഷൻ രംഗങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഷൂട്ടിംഗ് ഓൾറെഡി പൂർത്തിയാക്കിയ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് 50 കോടിക്ക് അടുത്താണ്. ചിത്രം മെയ് മാസത്തിൽ റിലീസിനെത്തും. ബറോസ്. മോഹൻലാൽ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന ഈ 3D ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് മോഹൻലാൽ തന്നെയാണ്. സന്തോഷ് ശിവൻ DOP നിർവഹിക്കുന്ന ചിത്രത്തിൽ ഒരുപാട് വിദേശ താരങ്ങളും അണിനിരക്കുന്നുണ്ട്. വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് ഫിലിംസാണ്. ചിത്രം മെയ് 16 റിലീസ് ചെയ്യും. ടർബോയുമായി ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അജയൻ്റെ രണ്ടാം മോഷണം. ജിതിൻ ലാൽ ഡയറക്റ്റ് ചെയ്യുന്ന ടൊവിനോ ചിത്രം ഒരു പീരിയോഡിക് ആക്ഷൻ മൂവിയാണ്. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന അജയൻ്റെ രണ്ടാം മോഷണം 3D ഫോർമാറ്റിലാണ് റിലീസ് ചെയ്യുക. 1950-90 കാലഘട്ടത്തിലെ കഥ പറയുന്ന ചിത്രം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്തായാലും ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാവും. എമ്പുരാൻ. സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എമ്പുരാൻ ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ സിനിമയാണ്. ചിത്രത്തിൻ്റെ ഭൂരിഭാഗം രംഗങ്ങളും വിദേശ രാജ്യങ്ങളിലാണ് ചിത്രീകരിക്കുന്നത്. ആശീർവാദ് ഫിലിംസാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനം റിലീസ് പ്രതീക്ഷിക്കുന്നു. കത്തനാർ. ഹോം എന്ന ചിത്രത്തിന് ശേഷം റോജിൻ തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കത്തനാർ. ജയസൂര്യയാണ് ചിത്രത്തിൽ ടൈറ്റിൽ റോളിൽ എത്തുന്നത്. ചിത്രത്തിൻ്റെ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിൽ അനുഷ്ക ഷെട്ടിയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. ഹൊറർ ഫാൻറ്റസി ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രം ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ ചിത്രങ്ങളിൽ ഏതിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്? കമൻറ്റ് ചെയ്യുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.